2 വർഷം മുമ്പ് കേരള ജനതയെ ഭീതിജനകമാക്കിയ ഒരു വാർത്ത. 15 വയസ്സുള്ള ഒരു ബാലന് പനി, തലവേദന, അസ്വസ്ഥത. ആ കുടുംബം വിചാരിച്ചത് അവന്റെ സാധാരണ പനിയും അസ്വസ്ഥതയാണെന്നാണ്. പെട്ടെന്നാണ് അവന്റെ നില ഗുരുതരമായതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. അവന്റെ ലക്ഷണങ്ങൾ കണ്ട ഡോക്ടർക്ക് മനസ്സിലായി ഇത് സാധാരണ പനിയും അസ്വസ്ഥത ഒന്നുമല്ല എന്ന്. അവന്റെ അടുത്ത് ബ്ലഡ് സാമ്പിൾ എടുത്ത് പരിശോധിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവന്റെ ശരീരത്തിൽ നിന്നും ബ്ലഡും അതുപോലെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡും ശേഖരിച്ച് റിപ്പോർട്ടുകൾക്കായിട്ട് അയച്ചു. അങ്ങനെ റിപ്പോർട്ടുകൾക്കൊടുവിൽ അവൻ രോഗം നിർണയിച്ചു: ദി ബ്രെയിൻ ഈറ്റിംഗ് അമിയോമ. ഇന്ത്യയിൽ അപൂർവമാണെങ്കിലും അപകടകരമായ ജീവി. ഈ അസുഖം ബാധിച്ചാൽ ഏകദേശം 5 ദിവസത്തിനുള്ളിൽ പേഷ്യന്റ് മരണപ്പെടും എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇത്തരം കേസുകളിൽ പെട്ടെന്നുള്ള രോഗനിർണയം മാത്രമാണ് ആ ജീവൻ രക്ഷിക്കാനുള്ള ഒരു വഴി. അന്ന് ആ 15 വയസ്സുകാരന് ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷെ വളരെ അപകടകരമായ ഒരു രോഗത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കാൻ ഉപകാരപ്പെട്ടത് CSF അനാലിസിസ് ലാബ് റിപ്പോർട്ടുകളാണ്. ഇവിടെ ലാബ് ടെക്നീഷ്യൻ ചെയ്യുന്ന മൈക്രോസ്കോപ്പിക് അനാലിസിസ്, കൾച്ചർ, മോളിക്യുലർ ടെസ്റ്റ് ഇവ രോഗനിർണയത്തിന്റെയും തുടർന്നുള്ള ചികിത്സയുടെയും ആദ്യ ചുവടുവെപ്പായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. In this video, we are discussing about BSc MLT, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി, അതിന്റെ സാധ്യതകളെ പറ്റിയുമാണ് ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളിൽ എല്ലാവരും തന്നെ ലൈഫിൽ ഒരു തവണയെങ്കിലും ബ്ലഡ് പരിശോധിച്ചിട്ടുള്ള ആളുകളായിരിക്കില്ല. ഒരു രോഗിയുടെ രോഗം നിർണ്ണയിക്കുന്നത് മെഡിക്കൽ ലബോറട്ടറികളിൽ നിന്നും പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രോഗിയുടെ രോഗനിർണയത്തിന് പ്രധാന പങ്ക് മെഡിക്കൽ ലബോറട്ടറികൾ വഹിക്കുന്നുണ്ട്. ഇനി എന്തെല്ലാമാണ് മെഡിക്കൽ ലബോറട്ടറിയുടെ പ്രധാന റോൾ നമുക്ക് നോക്കിയാലോ? ബ്ലഡ്, യൂറിൻ, ബോഡി ഫ്ലൂയിഡ് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക, ശേഖരിച്ചു വെക്കുക, ടെസ്റ്റുകൾ നടത്തുക, റിപ്പോർട്ട് തയ്യാറാക്കുക, റിപ്പോർട്ട് ഡോക്ടറെ അനലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക. ഇത്തരം ജോലികൾ ചെയ്യുന്ന ഒരു വിഭാഗം മെഡിക്കൽ പ്രൊഫഷണൽസിന് വിളിക്കുന്ന പേരാണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ്. ഇനി BSc MLT എന്ന് പറയുന്ന കോഴ്സിന്റെ ഡ്യൂറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 4 വർഷമാണ് ഡ്യൂറേഷൻ വരിക. അതിൽ 3 വർഷത്തെ അക്കാഡമിക് സ്റ്റഡിയും 1 വർഷത്തെ കമ്പൽസറി ഇന്റേൺഷിപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ കോഴ്സിലേക്കുള്ള എലിജിബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ +2 ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്ട് 50% എബോവ് മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ജോലിയുടെയും കോഴ്സിന്റെയും നാച്ചർ അനുസരിച്ച് സയൻസ് വിഷയത്തോടും പ്രാക്ടിക്കൽ വർക്കിനോടും ഇഷ്ടമുള്ള മെഡിക്കൽ ഫീൽഡിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ജോബ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രം ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കാരണം ലാബ് ടെസ്റ്റിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും അത് പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ അക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ മാത്രം BSc MLT എന്ന് പറയുന്ന കോഴ്സ് എടുത്ത് പഠിക്കുക. ഇനി നമ്മൾ കോഴ്സിന്റെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, പാത്തോളജി, ക്ലിനിക്കൽ പാത്തോളജി, സെറോളജി, ബേസിക്സ് ഓഫ് ലാബ് എക്യുപ്മെന്റ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുണ്ടാവും. ഇതിൽ ഹ്യൂമൻ അനാട്ടമി എന്തുണ്ടാവും, നിങ്ങൾക്ക് നല്ല രീതിക്ക് ഡീപ്പായിട്ട് പഠിക്കാനായിട്ടുണ്ടാവും. ഇനി BSc MLT എന്ന് പറയുന്ന കോഴ്സിന്റെ സാധ്യതകളെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. എവിടെയൊക്കെയാണ് ജോലി കാര്യങ്ങൾ ലഭിക്കുക? BSc MLT എന്ന് പറയുന്നത് ഇന്ത്യയിലെ വിദേശത്ത് നല്ല രീതിയിൽ ഡിമാൻഡിങ് ഏരിയ ജോലി അവസരങ്ങളുള്ള ഒരു കോഴ്സാണ്. ഹോസ്പിറ്റൽസ്, സ്വകാര്യ ലാബുകൾ, റിസർച്ച് ലാബുകൾ, ബ്ലഡ് ബാങ്ക്സ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, പബ്ലിക് ഹെൽത്ത് ലാബ് എന്നീ സെക്ടറിൽ ലാബ് ടെക്നീഷ്യൻ ആയിട്ടും ലാബ് സൂപ്പർവൈസർ, പാത്തോളജി ടെക്നീഷ്യൻ, റിസർച്ച് അസിസ്റ്റന്റ്, ലാബ് മാനേജർ എന്നിങ്ങനെയുള്ള ജോലികളും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി BSc MLT പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കുള്ളൊരു സംശയമാണ് BSc MLT പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എത്ര സ്റ്റാർട്ടിംഗ് സാലറി ഇന്ത്യയിൽ കിട്ടും? നമ്മൾ ഇന്ത്യയിൽ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സ്റ്റാർട്ടിംഗ് സാലറി 12,000 തൊട്ട് 20,000 രൂപ വരെ പ്രൈവറ്റ് ലാബുകളിൽ ലഭിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഗവൺമെന്റ് സെക്ടർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 22,000 തൊട്ട് 50,000 രൂപ വരെ സ്റ്റാർട്ടിംഗ് സാലറി BSc MLT പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ കിട്ടുന്നത്. ഇനി UGക്ക് ശേഷം BSc MLTക്ക് ശേഷം ഹയർ സ്റ്റഡീസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ MSc ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, ഇമ്മ്യൂണോളജി, ഹെമറ്റോളജി എന്ന് തുടങ്ങിയ സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ UK, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി എന്ന് തുടങ്ങിയ രാജ്യങ്ങളിൽ ബയോമെഡിക്കൽ സയൻസ്, ക്ലിനിക്കൽ ലാബ് സയൻസ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസും അവൈലബിൾ ആണ്. കൂടാതെ MSc മൈക്രോബയോളജി, MSc ബയോകെമിസ്ട്രി, MSc പാത്തോളജി, PG ഡിപ്ലോമ ഇൻ ഇമ്മ്യൂണോ ഹെമറ്റോളജി ആൻഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് തുടങ്ങിയ MBA കോഴ്സസും ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഭാവിയിൽ എത്രമാത്രം സാധ്യത ഉണ്ട്, സ്കോപ്പ് ഉണ്ട്, ഡിമാൻഡ് ഉണ്ട് എന്നൊരു കാര്യം ചെയ്യാം എപ്പോഴും ഉറപ്പുവരുത്തുക. WHO കണക്ക് പ്രകാരം ആരോഗ്യ രംഗത്ത് ഡയോഗ്നറ്റിക് സർവീസ് പ്രതിവർഷം 18 തൊട്ട് 28% വരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഒരു രോഗി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന ടൈമിൽ ആ രോഗിയുടെ രോഗനിർണയത്തിന് 70% വരെ ഇൻവോൾവ്മെന്റ് വഹിക്കുന്നത്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ മെയിൻ ഇൻവോൾവ്മെന്റ് വഹിക്കുന്നത്
മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റുകളാണ്. ഒരു രോഗിയുടെ രോഗനിർണയത്തിന് റിപ്പോർട്ടിനെ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഇല്ലാണ്ട് ഒരു രോഗിയുടെ ചികിത്സ പൂർത്തീകരിക്കാൻ സാധിക്കത്തില്ല. ടെക്നോളജിയും ആരോഗ്യ സേവനവും ഒന്നിക്കുന്ന ഈ മേഖലയിൽ ഡിമാൻഡ് ഭാവിയിൽ സ്ഥിരമാണ്. അതുകൊണ്ട് തന്നെ BSc MLT എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്തു പഠിക്കാൻ പറ്റിയ ഒരു കോഴ്സ് കൂടിയാണ്. ഇനി ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കുള്ള സംശയമാണ് UGക്ക് ശേഷം സ്വന്തമായിട്ട് ലാബ്സ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇന്ത്യയിൽ BScക്ക് ശേഷം സ്വന്തമായിട്ട് ലാബ്സ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ലീഗലി പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ലൈസൻസിങ് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പാലിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിൽ ചില സ്റ്റേറ്റുകളിലായിട്ട് ഡയോഗ്നോസ്റ്റിക് ഓണർഷിപ്പിന് പാത്തോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ MBBS ഡോക്ടറിന്റെ ഓണർഷിപ്പ് വേണ്ടി വരും. അതായത് റൂട്ടീൻ ടെസ്റ്റ് ചെയ്താൽ റിപ്പോർട്ട് വാലിഡേഷൻ ഒരു പാത്തോളജിസ്റ്റ് നിർബന്ധമായി ചെയ്തിരിക്കണം. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് ലൈസൻസിങ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ എന്ത് വേണം, ഉണ്ടായിരിക്കണം. 2024 പ്ലേസ്മെന്റ് ഗ്രാജുവേറ്റ് കണക്ക് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 25,000 തൊട്ട് 30,000 വരെ വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും ഇന്ത്യയിൽ പഠിച്ചിറങ്ങുന്നത്. അതുപോലെ തന്നെ പ്ലേസ്മെന്റ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ 70 തൊട്ട് 90 വരെ പെർസെന്റേജ് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വർഷവും BSc MLT പഠിച്ചിറങ്ങി പ്ലേസ്ഡ് ആവുന്നുണ്ട്. നമ്മൾ കോഴ്സിനെ പറ്റിയിട്ടുള്ള A to Z കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഇനി അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ എങ്ങനെയാണ് BSc MLT എന്ന് പറയുന്ന പ്രോഗ്രാമിന് സീറ്റ് കാര്യങ്ങൾ ലഭിക്കുക എന്നതാണ്. കേരളത്തിൽ LBS പുറത്തിറക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് സീറ്റ് കാര്യങ്ങൾ കേരളത്തിൽ ലഭിക്കുക. 3 ഗവൺമെന്റ് കോളേജും 4 പ്രൈവറ്റ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിംഗ് കോളേജും 29 പ്രൈവറ്റ് കോളേജുകളാണുള്ളത്. അതിൽ ഗവൺമെന്റ് കോളേജിൽ 79 സീറ്റും മറ്റ് പ്രൈവറ്റ് കോളേജുകളിൽ ഏകദേശം ടോട്ടൽ ഓൾമോസ്റ്റ് 350 സീറ്റുകൾ മാത്രമാണ് കേരളത്തിൽ BSc MLT എന്ന് പറയുന്ന പ്രോഗ്രാമിനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന പ്രാധാന്യം തന്നെ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി എന്തൊക്കെയാണ് ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം? കോളേജിന്റെ അഫിലിയേഷൻ, ഇന്റേൺഷിപ്പ് ഫെസിലിറ്റീസ്, പ്ലേസ്മെന്റ് റെക്കോർഡ്, ഫാക്കൽറ്റിയുടെ യോഗ്യത, റെക്കഗ്നീഷൻ, ലാബ്, ഇൻഫ്രാസ്ട്രക്ചർ, പ്ലേസ്മെന്റ് എന്ന് തുടങ്ങിയ എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയതിന് ശേഷം ഒരു കോളേജ് വിസിറ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അഡ്മിഷന് കാര്യങ്ങൾ എടുക്കാം. ഇനി ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കുള്ളൊരു സംശയമാണ്, BSc MLT എന്ന് പറയുന്ന പ്രോഗ്രാം പഠിക്കാൻ ഏകദേശം എത്ര ഫീസ് ആകുന്നുള്ളത്. നമ്മൾ കേരളത്തിലെ ഗവൺമെന്റ് കോളേജിന്റെ ഫീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം തൊട്ട് 3.5 ലക്ഷം രൂപ വരെയൊക്കെയാണ് ഫീസ് കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രൈവറ്റ് കോളേജ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 3 ലക്ഷം തൊട്ട് 6 ലക്ഷം രൂപ വരെയാണ് ഫീസ് കാര്യങ്ങൾ വരുന്നത്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ കർണാടക, തമിഴ്നാട് പോലുള്ള അന്യ സംസ്ഥാനങ്ങളിലാണ് നിങ്ങൾ പോയി പഠിക്കുന്നത് ഏകദേശം 2 ലക്ഷം തൊട്ട് 5 ലക്ഷം രൂപ വരെയുള്ളൂ എന്ത് ഫീസ് കാര്യങ്ങൾ BSc MLT എന്ന് പറയുന്ന പ്രോഗ്രാമിനായിട്ടുള്ളത്. ഇനി കോഴ്സ് സംബന്ധമായ സംശയങ്ങളോ കോളേജ് സംബന്ധമായ സംശയങ്ങളോ ഏതെങ്കിലും എക്സാംസിന് പറ്റിയിട്ടോ ഏതെങ്കിലും കോളേജിന്റെ ഫീസ് സ്ട്രക്ചറോ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. BSc MLT എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കോഴ്സ് മാത്രമല്ല, അത് രോഗിയുടെ ചികിത്സയ്ക്കുള്ള ഒരു വഴികാട്ടി കൂടിയാണ്.